അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ. ജുലൈബീബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ശരിയായിട്ടുള്ള പേരോ അദ്ദേഹത്തിന്റെ ഗോത്രമോ ഏത് നാട്ടിൽ നിന്നാണ് വരുന്നത് ഒന്നും നമുക്കറിയില്ല. അദ്ദേഹം അൻസാരി ആയിരുന്നു എന്ന് മാത്രമേ നമുക്ക് ചരിത്രത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരമുള്ളൂ. അപ്പൊ അദ്ദേഹത്തിനെ കാണാൻ എങ്ങനെയായിരുന്നു? വളരെ കുറുതായിട്ട്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചെറിയ വൈകല്യങ്ങളുള്ള, എക്സ്ട്രീംലി ഷോർട്ട് ആയിട്ടുള്ള, ആളുകൾ കളിയാക്കുന്ന വിധത്തിലുള്ള ഒരു ശരീരത്തിനുടമയായിരുന്നു, അല്ലെങ്കിൽ ഒരു ആകൃതിക്ക് ഉടമയായിരുന്നു ജുലൈബീബ് റളിയല്ലാഹു അൻഹു. പക്ഷെ അദ്ദേഹത്തിന് നല്ലൊരു മനസ്സായിരുന്നു. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ഇനി ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന്റെ ജുലൈബീബ് എന്ന പേര് വരുന്നത് ജിൽബാബ് അഥവാ ഒരു കവറിങ്, പർദ്ദ എന്ന് നമ്മൾ പറയുമല്ലോ, ആ ഒരു കവറിങ്ങിന്റെ ഒരു തസ്ഗീറാണ് ജുലൈബീബ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് ആ പേര് പറഞ്ഞത് എന്ന് വെച്ചാൽ പല അഭിപ്രായങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ സ്കിൻ കളർ ആണെന്ന് പറയുന്നവരുണ്ട്. അതുപോലെ അദ്ദേഹം നടന്നു പോകുമ്പോൾ അദ്ദേഹം ഇത് മുഴുവനായിട്ട് കവർ ചെയ്തിട്ടായിരുന്നു നടന്നിരുന്നത് എന്നും അഭിപ്രായമുണ്ട്. അപ്പൊ ഈ ഒരു ടേം എന്തല്ല, ഈ ഒരു ജുലൈബീബ് എന്ന അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ഒരു മോശപ്പെട്ട ഒരു അർത്ഥമുള്ള പേരായിരുന്നില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് മാറ്റിയില്ല. കാരണം റസൂലുള്ള എന്തെങ്കിലും ഒരു മോശപ്പെട്ട അർത്ഥമുള്ള പേരുണ്ടായിരുന്നെങ്കിൽ റസൂലുള്ള അത് മാറ്റുമായിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ ദരിദ്രനായ ഒരു സഹാബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ള അദ്ദേഹത്തെ വളരെയധികം സ്നേഹിക്കുകയും അദ്ദേഹത്തിന് എന്തൊരു അവസരത്തിലും എന്തെങ്കിലും ഒരു ദാനം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ പ്രിഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അബി ബർസ അൽ അസ്ലമി റളിയല്ലാഹു അൻഹു, ഒരു സഹാബി പറയാണ്, അദ്ദേഹം ജുലൈബീബ് ഒരു ചെറുപ്പക്കാരനായിരിക്കെ അദ്ദേഹം, അഥവാ ഈ ഒരു ആയത്തിറങ്ങുന്നതിന് മുൻപ്, മറ്റേ ജിൽബാബിന്റെ അഥവാ സ്ത്രീകൾ മുഖം മറയ്ക്കുന്നതിന്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആയത്തുകൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ജുലൈബീബ് റളിയല്ലാഹു അൻഹു സ്ത്രീകളുമായി സംസാരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പുരുഷന്മാരുമായി ഇടപഴകുമ്പോൾ അവർ അദ്ദേഹത്തെ കളിയാക്കുന്നത് കാരണമുള്ള ബുദ്ധിമുട്ട് കാരണം അദ്ദേഹം ധാരാളമായി പുരുഷന്മാരുടെ ഇടയിലേക്ക് പോകാറില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇനി അധികം അവരോട് സംസാരിക്കരുത് എന്ന് പറയുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു, അതായത് ഹീറയുടെ പേരിൽ. അപ്പോൾ ഇത് ഈ അത്രയും അങ്ങനത്തെ സാഹചര്യത്തിൽ ജീവിച്ചത്, അങ്ങനത്തെ ഒരു പേരുണ്ടായിരുന്ന, ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സഹാബി ആയിരുന്നു ജുലൈബീബ് റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ എങ്ങനെ ഡീൽ ചെയ്തു എന്ന് പറയുമ്പോഴാണ് നമുക്ക് അത്ഭുതം തോന്നുന്നത്. അപ്പോൾ അൻസാരികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ശീലമാണ്, ഇപ്പോൾ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെ വീണ്ടും വിവാഹം കഴിക്കണമല്ലോ. അപ്പൊ അവർ ആദ്യം നോക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സ്ത്രീയെ വിവാഹം കഴിക്കാൻ എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യായിരുന്നു. ആദ്യം അത് ഉറപ്പ് വരുത്തിയിട്ട് അവർ മറ്റുള്ള ആളുകൾക്ക് വിവാഹാന്വേഷണം അവർ എന്റർടൈൻ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാരികളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കുടുംബത്തിലേക്ക് ചെല്ലുകയും അദ്ദേഹം ഒറ്റക്ക് കയറിക്കൊണ്ട് അദ്ദേഹം ഒറ്റക്ക് നടന്ന് അവരുടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് പറയാണ്, ഞാനൊരു കല്യാണ ആലോചനയുമായി വന്നതാണ് എന്ന് പറയുകയും ചെയ്തു. ഈ ഒരു കുടുംബം അത് കേട്ടതും വളരെയധികം സന്തോഷത്തിലായി. കാരണം അവരുദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് അവരുടെ മകളിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല മരുമകനാണ് നമുക്ക് ലഭിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ആഹ്ലാദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഞാൻ എനിക്ക് വേണ്ടിയല്ല വന്നത്. അപ്പോൾ പകരം ആർക്കാണ് വേണ്ടി വന്നതെന്ന് ചോദിച്ചപ്പോൾ ജുലൈബീബ് എന്ന് പറഞ്ഞു. ഇത് കേട്ട ഈ ഒരു സഹാബിക്ക് അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഞാൻ അവരുടെ കുട്ടിയുടെ ഉമ്മയോടൊന്ന് സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അകത്തേക്ക് പോയി. അദ്ദേഹം അകത്തേക്ക് പോയി ഈ സ്ത്രീയോട്, തന്റെ ഭാര്യയോട് ഇത് പറഞ്ഞപ്പോൾ ആ സ്ത്രീ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിവാഹാലോചനയുമായി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ സ്ത്രീയും ആഹ്ലാദിക്കാൻ തുടങ്ങി. അപ്പോൾ ആഹ്ലാദിക്കാൻ തുടങ്ങിയപ്പോൾ ഈ സഹാബി പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ടുള്ളത് ജുലൈബീബിന് വേണ്ടിയിട്ടാണ്. ഈ സ്ത്രീ വാവിട്ട് കരയാൻ തുടങ്ങി. ജുലൈബീബോ ഒരിക്കലും ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കാൻ പറ്റുന്നുണ്ട് ഉള്ളിൽ നിന്ന്. പക്ഷെ ഈ സ്ത്രീ പറയണ, ഒരിക്കലും ഇല്ല, ഞാൻ ജുലൈബീബിന് ഒരിക്കലും ഈ വിവാഹം സമ്മതിക്കൂല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഈ സ്ത്രീ പെട്ടെന്ന്, ഈ പെൺകുട്ടി പുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ആരാണ് ജുലൈബീബിന് വേണ്ടി വിവാഹാലോചനയുമായി വന്നിട്ടുള്ളത്? അപ്പോൾ ഇവര് പറയാണ്, അത് പ്രവാചകൻ. അപ്പോൾ അതൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പ്രവാചകനാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ സ്ത്രീ ഈ പെൺകുട്ടി ചോദിക്കാണ്, അത്തറുദ്ദൂന അലാ റസൂലില്ലാഹി അംറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയെ നിങ്ങൾ നിരസിക്കുകയാണോ? നിങ്ങൾ അതിനെ എതിർക്കുകയാണോ ചെയ്യേണ്ടത്? നിങ്ങൾ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും എന്നെ ഉപേക്ഷിക്കുകയില്ല, റസൂൽ എന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് ഈ പെൺകുട്ടി പറയാണ്. അവരുടെ ആ ഒരു ഈമാൻ നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇത് ഇപ്പോൾ പല ഉലമാക്കളും പറയുന്നത് ഒരു പ്രധാനമായിട്ട് ഇറങ്ങിയ ഒരു ആയത്ത്, വമാ കാന ലിമുഅ്മിനിൻ വലിമുഅ്മിനാത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറ അയ്യകൂന ലഹുമുൽ ഖിയാറത മിൻ അംരിഹിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളയും റസൂലും ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ മുഅ്മിനുകൾക്കും വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും അതിനെ നിരസിക്കുക എന്നൊരു ഓപ്ഷൻ ഇല്ല എന്ന ഈ ആയത്തിന് ഇതൊരു സബബ് നുസൂലാണ് എന്ന് പല പണ്ഡിതന്മാരും അവകാശപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും വിവാഹങ്ങൾ എന്ത് ചെയ്തിട്ടില്ല,
നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചിട്ടില്ല. പക്ഷേ റസൂലുള്ള അത്തരത്തിൽ ജുലൈബീബിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഒന്നുമല്ലാത്ത ജുലൈബീബിന് വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹാലോചന നടത്തി അദ്ദേഹത്തിന് വിവാഹം നടത്തി കൊടുക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാഹിർ ബിൻ ഹറാം എന്ന ഒരു സഹാബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പം ഇത് ഭയങ്കര അത്ഭുതം സൃഷ്ടിക്കുന്ന, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഒരു നേതാവിൻ്റെ അടുത്തൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത അത്രയും സ്നേഹവും കരുണയുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കാണുന്നത് എന്നുള്ളത് നമ്മൾ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ സുബ്ബ അലൈഹി ഖൈറ സബ്ബ വലാ തജ്അൽ ഈശഹ കദ്ദൻ കദ്ദ. അല്ലാഹുവേ, ഈ പെൺകുട്ടിക്ക് നീ ഖൈറിന്മേൽ ഖൈർ കൊടുക്കണമേ, അതുപോലെ തന്നെ പ്രയാസത്തിന്മേൽ പ്രയാസം അവർക്ക് നൽകാതിരിക്കണമേ എന്നുകൂടി പ്രാർത്ഥിക്കുകയും അവരെ വലിയ ഖൈറിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കുകയും ചെയ്തു എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗസ്വാത്തിൽ, മിക്കവാറും അത് ബദറോ അല്ലെങ്കിൽ ഉഹ്ദോ ആയിരിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളോട് ചോദിച്ചു, ഓരോരുത്തരോട് ചോദിക്കാൻ, നിങ്ങളുടെ കൂടെയുള്ള ആളുകളുണ്ടോ? അപ്പോൾ ഓരോ ഗോത്രക്കാരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ആരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ എല്ലാ ഗോത്രക്കാരും അവരുടെ നേതാക്കന്മാരെ ഞങ്ങളുടെ കൂടെ ഉള്ളവരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് പറയാണ്, എനിക്ക് ജുലൈബീബിനെ കാണാൻ പറ്റുന്നില്ല. റസൂലുള്ള അപ്പോഴും ശ്രദ്ധിക്കുന്നത് ജുലൈബീബിനെയാണ്. അവര് അദ്ദേഹത്തിന്റെ ബോഡി തിരയാൻ വേണ്ടി പോവുകയും അവർക്ക് അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ 7ഓളം ശത്രുക്കളുടെ ഇടയിൽ ജുലൈബീബിന്റെ ശവശരീരം ലഭിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അദ്ദേഹം 7 പേരെ കൊല്ലുകയും അവരാൽ അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ളത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിലത്ത് മുട്ടുകുത്തി ഇരുന്നുകൊണ്ട് പറയാണ്, ആകാശത്തേക്ക് നോക്കിക്കൊണ്ട്, അല്ലാഹുമ്മ ഹാദാ മിന്നി വ അന മിൻഹു. ഇദ്ദേഹം എന്നിൽ നിന്നുള്ളതാണ്, ഞാൻ അദ്ദേഹത്തിൽ നിന്നുള്ളതാണ്. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഓണറാണ് ലഭിക്കുന്നത്. സാക്ഷാൽ പ്രവാചകൻ പറയാണ്. ഇത് ചരിത്രത്തിൽ കുറഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാചകമാണിത്, ചില സഹാബത്തിനെ ഉദ്ധരിച്ചുകൊണ്ട്, ഞാൻ അദ്ദേഹത്തിൽ നിന്നാണ്, അദ്ദേഹം എന്നിൽ നിന്ന്. അപ്പൊ നമുക്ക് വലിയ പേരുകളുള്ള സഹാബികളുണ്ട്. അപ്പൊ അവരെ പറ്റിയൊന്നുമല്ല. ജുലൈബീബ് എന്ന് പറയുന്ന ആരാലും അറിയപ്പെടാത്ത, ആളുകളാൽ കളിയാക്കപ്പെടുന്ന, സമൂഹത്തിൽ നമ്മളൊക്കെ സാധാരണ അവഗണിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റേച്ചറുള്ള ഒരു സഹാബിയെ പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അദ്ദേഹം എന്നിൽ നിന്നുള്ളതാണ്, ഞാൻ അദ്ദേഹത്തിൽ നിന്നുള്ളതാണെന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കൈകൾ കൊണ്ട് ഉയർത്തുകയും റസൂലുള്ളാഹി തന്നെ അദ്ദേഹത്തിന് ഖബർ കുഴിക്കുകയും അദ്ദേഹത്തെ മറമാടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഗുസ്ൽ ചെയ്തില്ല, അദ്ദേഹത്തിന് ഷഹീദിന്റെ കൂലി ലഭിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഷഹീദായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനെ മയ്യത്ത് കുളിപ്പിച്ചില്ല എന്നുള്ളത്. സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ സ്ത്രീ അഥവാ ഈ പെൺകുട്ടി ജുലൈബീബിന്റെ ഭാര്യ ഇത്രത്തോളം ബർക്കത്ത് ഉണ്ടായിരുന്ന ഒരു വിഡോ ആ നാട്ടിലുണ്ടായിരുന്നോ എന്നുള്ള സംശയം. അത്രയേറെ സദഖയാണ് ആ സ്ത്രീ നൽകിയിരുന്നത്. അത് ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഖൈറിന്മേൽ ഖൈർ നൽകി എന്നുള്ളതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബത്തിന്റെ കൂട്ടത്തിൽ നമ്മയും സ്വർഗ്ഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما.